ശ്രീ ഹരിദാസ്, എന്തുകൊണ്ട് കുടിവെള്ളത്തിന് മുൻഗണന നൽകേണ്ട, കളറ് വെള്ളം മതി എന്നതിന് നമ്മുടെ ബലദേവ് സഖാവ് പറഞ്ഞ ന്യായീകരണങ്ങൾ താങ്കൾ കേട്ടല്ലോ, എന്തു തോന്നുന്നു? എനിക്ക് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ പറ്റുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനല്ല ശ്രീ ബലദേവ്. കാരണം അദ്ദേഹം സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയും നമ്മളെപ്പോലുള്ളവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്, അങ്ങ് ഇതിൽ ഈ ടെൻഡർ എന്നൊരു പറയുന്നൊരു വാക്കിൽ കയറി പിടിച്ചത് ശരിയായില്ല. കാരണം ടെൻഡർ എന്നുള്ളത് കേവലം ആ ഒരു വാക്ക് മാത്രമാണ്. അതിനപ്പുറം ഒരു സർക്കാരിന് ചെയ്യാനുള്ള മര്യാദയുണ്ട്. ഇപ്പോൾ ദുരൂഹത, ഇപ്പോൾ ഇതുവരെയ്ക്ക് എനിക്കില്ലാത്ത ദുരൂഹതയാണ്. വളരെയധികം നമ്മൾ പറയില്ലേ, ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് പാലക്കാട് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 24 ഏക്കർ ഭൂമി വാങ്ങിയിടാൻ ഒയാസിസിന് നൽകിയ പ്രേരണ എന്താണ്? കാരണം താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഞാൻ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷനിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ നിന്നും വരുന്ന സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് വിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കെ ഞാൻ ആ ബാംഗ്ലൂർ സ്ഥാപനം നടത്തുന്ന മലയാളിയോട് പറഞ്ഞു, നിങ്ങൾക്കൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങിക്കൂടെ, ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, എല്ലാ സ്ഥലം എടുത്തു തരാൻ, സാധനങ്ങളൊക്കെ എടുത്തു തരാം. എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഞാനും എൻ്റെ കുടുംബം മനസ്സമാധാനത്തോടുകൂടി കഴിയുന്നത് ഹരിദാസിന് വലിയ കണ്ണുകടിയാണല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, കേരളത്തിൽ വന്നിട്ട് ഒരു ചെറിയ വ്യവസായമായാലും ഒരു സംരംഭമായാലും തുടങ്ങിയിട്ട് പിഴയ്ക്കാൻ പറ്റുന്നുള്ള ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വ്യവസ്ഥിതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണോ ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇത്തരത്തിൽ പേരുദോഷമുള്ള ഒരു സംസ്ഥാനത്ത് യാതൊരു മടിയും കൂടാതെ 24 ഏക്കർ ഭൂമി മുൻകൂട്ടി വാങ്ങിയിടാനുണ്ടായിട്ടുള്ള ആ ചേതോവികാരത്തെ കുറിച്ചിട്ട് അങ്ങ് ഒന്ന് പറയണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, എന്തോ ആവട്ടെ, അത് 24 ഏക്കർ ഭൂമി മേടിച്ചു. സർ, 316 കോടി രൂപയാണ് സാർ ഈ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറിയിട്ട് നാളിതുവരെ പരസ്യത്തിനായിട്ട് ചിലവാക്കിയിരിക്കുന്നത്. പരസ്യത്തിനായിട്ട് ഈ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരൊക്കെ പറഞ്ഞ സ്ഥലത്ത് 316 കോടിയോ 18 കോടിയോ കൃത്യമായിട്ട് എനിക്കറിയില്ല, 320 കോടിക്കുള്ളിൽ സാർ ഒരു പത്രപരസ്യം കൊടുത്തുകൂടെ സാർ? ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങളുടെ മദ്യനയം ഞങ്ങൾ മാറ്റുകയാണ്, ഞങ്ങൾ ഈ KPSC ലളിതയും ഇന്നസെൻറ്റിനെയും വെച്ച് പറഞ്ഞതെല്ലാം പിൻവലിക്കുകയാണ്, ഞങ്ങൾക്കിവിടെ ആവശ്യമുള്ള മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ബ്രൂവറി തുടങ്ങാൻ പോകുന്നു, അതിന് താല്പര്യമുള്ളവരിൽ നിന്നും താല്പര്യ ക്ഷണപത്രം ക്ഷണിക്കുന്നു. കൊടുക്കൽ ഒയാസിസിനായിക്കോട്ടെ, കാരണം 24 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ തന്നെ കൃത്യമായ കമ്മീഷൻ പറഞ്ഞിട്ട് വ്യവസ്ഥിതിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ബോധിപ്പിക്കാൻ, നികുതിദായകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു താല്പര്യപത്രം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി കൊടുക്കാൻ എന്താണ് സാർ ഇത്ര മടി? അതും ആരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല. അതിനാണ് ഞാൻ 320 കോടി രൂപയുടെ കണക്ക് പറഞ്ഞത്. അപ്പോൾ 320 കോടി രൂപയുടെ പരസ്യം കൊടുത്തിട്ട് 4.25 വർഷം കൊണ്ട് ഒരു സർക്കാർ നിലനിൽക്കുന്നുവെങ്കിൽ ഇത്തരം ഒരു സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കാമായിരുന്നു. താല്പര്യമുള്ളവരിൽ നിന്നും ഇങ്ങനെ ഞങ്ങളിത് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ഒരു ടെൻഡർ എന്ന വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പറയരുത്. അതുകൊണ്ട് ഇത് 24 ഏക്കർ ഭൂമിയുള്ള ഒരാൾക്കാർ ഏകവാതിൽ ഏകജാലക സംവിധാനം വഴി, സാർ അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ സാർ, എന്താണ് സാർ ഇവിടെ ഈ കഴിഞ്ഞ 100 മാസം കൊണ്ട് ഏകജാലക സംവിധാനം വഴി കൊണ്ടുവന്നിട്ടുള്ള ഫാക്ടറികളുടെ എണ്ണം ഒന്ന് താങ്കൾ പറയൂ സാർ. സാർ, ആരാണ് സാർ ഇവിടെ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് കേരളത്തിൽ? ആരും വരില്ല സാർ. ഇതൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് നമ്മൾ മാസാമാസം വിളിച്ചു പറയുന്നുണ്ട്. ഒന്നും വേണ്ട, തിരുവനന്തപുരത്ത് ഒരു പന്തലിറക്കാൻ 35,000 രൂപയുടെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് 55,000 രൂപ ഇറക്കുകൂലി ചോദിച്ചിട്ട് മന്ത്രി നേരിട്ട് വന്നിട്ട് വേണ്ടി വന്നു ആ പ്രശ്നം പരിഹരിക്കാൻ. ആരാണ് സാർ കേരളത്തിൽ വരിക? ഇവിടെ ചർച്ചയിലെ മറ്റേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നെഞ്ചത്തുകൂടെയാണ് ഇവിടെ ഈ വിമാനത്താവളത്തിൽ വിമാനമിറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് ഇരിക്കുകയാണ്. പൂങ്കുന്നത്ത് ഒരു ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി കരുണാകരൻ തയ്യാറായപ്പോൾ അതിനെ എതിർത്തവരാണ് ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കണം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനായാലും കേരളത്തിൽ വരാവുന്ന ജയിലായാലും എല്ലാറ്റിനെയും എതിർത്തൊരു പാരമ്പര്യമുള്ള ഇവിടെ ഏകജാലക സംവിധാനം വഴി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഒരു അപ്ലിക്കേഷൻ വെച്ചു, അതിന് ഭരണാനുമതി നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിഴുങ്ങാവുന്ന ഒരു സംഗതിയാണോ സാർ? ഇവിടെ ചർച്ചയിൽ യുവരാജാണെന്ന് തോന്നുന്നു പറഞ്ഞു, എല്ലാ സംഗതികളും നടത്തിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ല. ശ്രീ യുവരാജ്, എല്ലാ സംഗതി നടത്തണമെന്ന് ആരാണ് പറയുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എന്ന് പെട്ടെന്ന് പറയുന്നില്ലെങ്കിലും ജീവജലം എന്നല്ലേ പറയുക.
മനുഷ്യന് നിലനിൽക്കാൻ ജീവജലം അത്യാവശ്യമാണ്. ആ ജീവജലത്തിന് വാട്ടർ അതോറിറ്റി നൽകുന്ന ജീവജലത്തിന് പൈസ വർദ്ധിപ്പിച്ച സർക്കാരാണിവർ. അപ്പോൾ എല്ലാം ശരിയായിട്ട് വേണ്ട ഈ ബ്രൂവറി തുടങ്ങാൻ. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരുവിധ സംവിധാനങ്ങളും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ? ശ്രീ അനിൽ നമ്പ്യാർ അങ്ങ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം, ഈ ഫെബ്രുവരി 1-ാം തീയതി മുതൽ റേഷൻ കടക്കാര് റേഷൻ കട പൂട്ടിയിട്ടുകൊണ്ട് സമരം ചെയ്യാൻ പോവുകയാണ്. എന്താണ് കാര്യം? 102 കോടി രൂപയാണ് അവർക്ക് കമ്മീഷൻ കൊടുക്കാനുള്ളത്. റേഷൻ വിതരണം കൃത്യമായി ചെയ്ത റേഷൻ വ്യാപാരികൾക്ക് 102 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് മാത്രമല്ല, റേഷൻ വ്യാപാരികളുടെ കാലാനുസൃതമായിട്ടുള്ള കരാർ വർധനവുകൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അവർക്ക് ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്തിട്ടുള്ള കിറ്റിൻ്റെ കമ്മീഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റേഷൻ അരിയുടെ വിതരണം നിൽക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ബ്രൂവറി തുടങ്ങലാണോ എൻ്റെ ബലദേവ് സാർ? എനിക്ക് അങ്ങയോട് ചോദിക്കേണ്ട, അങ്ങല്ല ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതാണോ സാർ പ്രയോറിറ്റി? പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഇരുത്തി ചിരിപ്പിച്ചത്. ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ഇവിടെ കർഷകരുണ്ടാക്കുന്ന കപ്പ, ഇവിടെ കർഷകരുണ്ടാക്കുന്ന പപ്പക്കായ, ഇവിടെ കർഷകരുണ്ടാക്കുന്ന പൈനാപ്പിള്, ഇവിടെ പറങ്കിമാങ്ങ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സാർ നെല്ല് ഉൽപ്പാദിപ്പിച്ചോളൂ, ഞങ്ങൾ പൈസ തന്ന് ഈ സർക്കാർ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലെ ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംസ്ഥാനത്താണോ സാർ പറങ്കി മാങ്ങയും കപ്പയും വാങ്ങിയിട്ട് ബ്രൂവറിയിലൂടെ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ പോകുന്നത്? സാർ എന്ത് കാര്യമാണ് സാർ ഈ 100 മാസത്തിനുള്ളിൽ ഈ സർക്കാർ നല്ലതായിട്ട് ചെയ്തിരിക്കുന്നത്? ഈ ബ്രൂവറി പോലുള്ള ഒരു സംഭവം കേരളത്തിന് അത്യാവശ്യമാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന MK ഹരിദാസിനെ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ ബ്രൂവറി ഇല്ലാതെയും ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ സർക്കാരിനായിട്ടില്ല. ഈ സർക്കാർ എന്ന് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള സർക്കാരിനാവാത്ത ഒരു സാഹചര്യത്തിൽ ഈ ബ്രൂവറി ഒയാസിസ് കമ്പനി വഴി കേരളത്തിലേക്ക് വന്നുകൊണ്ട് നാളെ മഴവെള്ളം സംഭരിച്ച് അങ്ങ് പറഞ്ഞു 5 വർഷം ഈ അബ്കാരി എന്തോ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സാർ മഴവെള്ളം ഒന്നും ഒരു വീടിന് ആവശ്യമുള്ള ഒരാഴ്ചത്തെ മഴവെള്ളം സംഭരിക്കാൻ പോലും ഈ കേരളത്തിൽ സാധിക്കാത്ത വിധത്തിലുള്ള ക്ഷേമനിധി ബോർഡ്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം സാർ, ഈ വരാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റിയിട്ട് പത്രങ്ങൾ എടുത്തു നിർത്തിയാലും നമ്മൾ വിവരമുള്ളവരും കൂടി പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മകരമാസത്തിൽ നമുക്ക് AC ഇടാതെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ വന്നിട്ടില്ല. ഈ കേരളത്തിൽ നാളെ ഇവിടെ വരാൻ പോകുന്ന ബ്രൂവറി മഴവെള്ള സംഭരണിയിൽ നിന്നും എടുക്കുന്ന വെള്ളം കൊണ്ടാണ് അവിടെ ചാരായം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ആ ചാരായം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വാഹനങ്ങളിലെ നമ്മൾ വാങ്ങുന്ന പെട്രോളിൻ്റെ വില നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേകുന്ന മിഥനോളിൻ്റെ എന്തിൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് അത്രയൊന്നും ആ കാര്യത്തിൽ വിവരമില്ല, ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2016 മുതൽ 17 വരെ പിണറായി വിജയൻ്റെ വാക്കുകളെ വേദവാക്യം പോലെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞതുമാതിരി തന്നെ എൻ്റെ പേര് പറഞ്ഞു വരുന്ന അവതാരങ്ങളെ നിങ്ങൾ അങ്ങനെ ഒരു അവതാരങ്ങളും വരില്ല എന്ന് പറഞ്ഞിട്ട് അവതാരങ്ങളുടെ കളിയാണ് കേരളത്തിൽ. പോട്ടെ, വിഷയം അതല്ല. അപ്പോൾ കേരളത്തിലെ കർഷകർക്ക് ഉപകാരപ്രദമാണ് ഈ വരാൻ പോകുന്ന ബ്രൂവറി. മഴവെള്ളം കൊണ്ടാണ് ഇവിടെ ആ ബ്രൂവറിയിൽ ഉൽപ്പാദനം നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പറ്റിക്കാൻ പറ്റില്ല സാർ. കാരണം താങ്കൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നയംമാറ്റം എല്ലാ കാലഘട്ടങ്ങളിലും വേണം. ഈ നയംമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ശർമ്മ ഇപ്പോൾ ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഈ നയംമാറ്റത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ നമ്മൾ പറയുന്ന AI ക്യാമറ ഈ നിശ്ചലമായി പോയതെങ്കിൽ, ഇവിടുത്തെ നയംമാറ്റത്തിൻ്റെ പേരിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി KPS ലളിതയെ കൊണ്ടും അതുപോലെ തന്നെ ഇന്നസെൻറ്റിനെ കൊണ്ടും നുണ പറയിച്ചതെങ്കിൽ ഇനി നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് സാർ വിശ്വസിക്കുക? എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് മുൻപോട്ട് പോകുക? അപ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബ്രൂവറി തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. മദ്യോപയോഗം കൂട്ടണം, ലോട്ടറി വിൽക്കണം, മദ്യോപയോഗം കൂട്ടണം. രാവിലെയും വൈകുന്നേരവും ഈ ഒറ്റ ചിന്തയിൽ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരെ ഒന്നറിയുക, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. കുറേ കാലം കുറേ പേരെ പറ്റിക്കാമെന്ന് അല്ലാതെ സ്ഥിരമായ ഇത്തരം ഒരു നിലനിൽപ്പുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം ദയവ് ചെയ്ത് മനസ്സിലാക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കേരളം കണി കണ്ടു ഉണരുന്ന നന്മ എന്നാണല്ലോ ഇപ്പം മിൽമയുടെ പരസ്യവാക്യം അങ്ങനെയാണല്ലോ. അതിപ്പം എന്തായാലും ഈ സർക്കാർ മാറ്റുന്നതാണ് തോന്നുന്നത്, അത് നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ട്.